ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 27 വരെയാണ് വഞ്ചിയൂർ കോടതി ബെയിലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. ബെയിലിൻ ദാസിനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി ശക്തമായി എതിർത്തു. തൊഴിലിടത്തിൽ ഒരു സ്ത്രീ മർദ്ദനത്തിനിരയായത് ഗൗരവമായ വിഷയമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ കരുതിക്കുട്ടി യുവതിയെ മർദ്ദിക്കാൻ പ്രതി ശ്രമിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. മനഃപൂർവ്വം അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ലെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്നുമാണ് ബെയിലിൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത്. അതേസമയം സത്യം ജയിക്കട്ടെയെന്നും ആർക്കും ഇത്തരം അനുഭവം ഇനി ഉണ്ടാകാതെ ഇരിക്കട്ടെയെന്നും മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ഷാമിലി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ഒരു കേസാകുമ്പോൾ അതിന് 2 വശങ്ങൾ എന്തായാലും ഉണ്ടാകും. സത്യം ആരുടെ കൂടെയാണോ ആ സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ ബെയിലിൻ ദാസ് അതിക്രൂരമായി മർദ്ദിച്ചത്. പരിക്കേറ്റ അഭിഭാഷക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബെയിലിനെ തുമ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ബെയിലിൻ ദാസിനെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ബാർ കൗൺസിലും അറിയിച്ചിട്ടുണ്ട്. ജിബിൻ GB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.